ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. ഓണക്കാലത്ത് ഓട്ടുപാറ, വടക്കാഞ്ചേരി, അത്താണി മേഖലകളിലെ കടുത്ത ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ സമഗ്രമായ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുന്നു. ഓഗസ്റ്റ് 15 മുതൽ 31 വരെയാണ് താൽക്കാലിക ഗതാഗത ക്രമീകരണങ്ങൾ പ്രാബല്യത്തിലുണ്ടാകുക. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കാരണം ബസ് നിർത്തുകയോ ഇല്ലേന്ന് ജനങ്ങൾക്ക് അറിയണില്ല. അവർ കയറുമ്പോൾ വലിയൊരു അപകടത്തിലേക്ക് പോകുന്നത് ഞാൻ നേരിൽ കണ്ടൊരു വ്യക്തിയാണ്. കാരണം നിർത്തുകയോ ഇല്ലേന്ന് അറിയില്ല. അവർ കയറാൻ നോക്കുമ്പോൾ ബസ് പോവുകയും ചെയ്തു. അവരുടെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്, ഒരു അമ്മയാണ്. അപ്പോൾ ഇത് ആ സ്റ്റോപ്പ് അല്ലാത്ത കാരണമാണ്. അത് അവർക്ക് നിർത്തി കൊടുക്കാറുണ്ടായിരിക്കാം. അതാണ് അവരതിൽ കയറാൻ തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ഇത് വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ചാൽ അത് നമ്മളെ എല്ലാം സങ്കടകരമാക്കും. ഒരു തർക്കവും വേണ്ട. ഞാനത് പെട്ടെന്ന് വണ്ടിയിൽ പോകുമ്പോൾ കണ്ടൊരു കാര്യം അതിവിടെ പറയണം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ പലതരത്തിൽ ഓട്ടോറിക്ഷകളൊന്ന് ഒതുക്കിയിട്ടില്ലെങ്കിലും കയറ്റിഞ്ഞായിരിക്കും. ബസ്സിന് അങ്ങനെ കഴിയില്ല. അപ്പോൾ അതാത് സ്റ്റോപ്പിൽ നിർത്താൻ അത് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായി അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടികൾ കയറാതെ ഇവിടെ നിന്ന് ആളുകൾ എടുക്കുന്നൊരു സ്ഥിതി. ഒപ്പം തന്നെ ഈ ഒരു തിരക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ വലിയ വണ്ടിയാണ്. ബസ് ചെറിയ വണ്ടികൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫുള്ളായിട്ട് ട്രാഫിക് വരും. ഈ ബസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അപകടം. ഈ വലിയ വണ്ടികൾക്കാണല്ലോ ആപത്തുകൾ കൂടുതൽ വരുന്നത്. അത് അപ്പോൾ ചെറിയ വണ്ടികൾ അതിൻ്റെ ഇടയിൽ പെടാനും അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളുണ്ടാകും. പ്രധാന നിർദ്ദേശങ്ങളും ഗതാഗത ക്രമീകരണങ്ങളും ഇപ്രകാരമാണ്. എല്ലാ ബസ്സുകളും PWD റോഡിൽ നിന്നും മാറ്റി നിർദ്ദിഷ്ട സ്റ്റോപ്പുകളിൽ ഒതുക്കി നിർത്തി മാത്രമേ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യാവൂ. തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ അത്താണി മേൽപ്പാലത്തിന് സമീപം നിർത്തി യാത്രക്കാരെ ഇറക്കണം. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സ്റ്റോപ്പിന് പകരം പൂരക്കമ്മിറ്റി ഓഫീസിന് എതിർവശത്ത് ഇടതുവശം ചേർത്ത് നിർത്തി ആളെ കയറ്റണം. ഷൊർണൂർ ചേലക്കര ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ഓട്ടുപാറ മൃഗാശുപത്രിക്ക് മുൻവശവും തുടർന്ന് ബസ് സ്റ്റാൻഡിൽ കയറാതെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് എതിർവശവും നിർത്തി ആളെ കയറ്റുകയും ഇറക്കുകയും വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ കയറി തൃശൂരിലേക്ക് സർവീസ് നടത്തണം. തൃശൂരിൽ നിന്ന് ഷൊർണൂർ ചേലക്കര ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ ഗോൾഡൻ ബേക്കറി, ബോയ്സ് LP സ്കൂൾ, ഓട്ടുപാറ ബസ് സ്റ്റാൻഡ്, TB റോഡ് ബസ് സ്റ്റോപ്പ് എന്നിവിടങ്ങളിൽ നിർത്താം. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന കുന്നംകുളം ബസ്സുകൾ ബോയ്സ് LP സ്കൂൾ മുൻവശം ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് വഴി ബൈപ്പാസിലൂടെ പോകണം. തിരിച്ചു വരുന്ന ബസ്സുകൾ ബൈപ്പാസ് ഒഴിവാക്കി ഓട്ടുപാറ ഷൊർണൂർ തൃശൂർ റോഡിലേക്ക് പ്രവേശിച്ച് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന്റെ എതിർവശവും പൂരക്കമ്മിറ്റി ഓഫീസ് എതിർവശവും നിർത്തി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ കയറണം. കേച്ചേരിയിൽ നിന്നുള്ള ബസ്സുകൾ ഗോൾഡൻ ബേക്കറി, ബോയ്സ് LP സ്കൂൾ വഴി ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണം. തിരികെ പോകുന്നവ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ്, പൂരക്കമ്മിറ്റി ഓഫീസിന് എതിർവശം വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വഴി പോകേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ ചരക്ക് വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. ഷൊർണൂർ ചേലക്കര ഭാഗത്തു നിന്നുള്ള ചരക്ക് വാഹനങ്ങൾ ഓട്ടുപാറ കുന്നംകുളം വഴിയും തൃശൂർ ഭാഗത്തു നിന്നുള്ളവ കുറാഞ്ചേരി കുമ്പളങ്ങാട് പള്ളിമണ്ണ റോഡ് വഴിയും തിരിഞ്ഞു പോകണം. തടി കയറ്റിയ വാഹനങ്ങൾ ഉൾപ്പെടെ മറ്റ് ചരക്ക് വാഹനങ്ങൾ വടക്കാഞ്ചേരി ടൗൺ പൂർണ്ണമായും ഒഴിവാക്കണം. പ്രധാന റോഡുകളിലോ ഓട്ടുപാറ ബൈപ്പാസിലോ ചരക്ക് ലോറികൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ഓട്ടുപാറ മൃഗാശുപത്രി മുതൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വരെയും കുന്നംകുളം റോഡ്, ബൈപ്പാസ് എന്നിവിടങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ അലക്ഷ്യമായ പാർക്കിംഗ് കർശനമായി നിരോധിക്കും. യാത്രക്കാർ പേ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നടപ്പാതകൾ കയ്യേറിയുള്ള കച്ചവടവും റോഡരികിൽ വാഹനങ്ങൾ നിർത്തിയുള്ള കച്ചവടവും പൂർണ്ണമായും ഒഴിവാക്കാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീല മോഹൻ, KP മദനൻ, സ്വപ്ന ശശി, PG സനീഷ്, ധന്യ നിതിൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ NK പ്രമോദ് കുമാർ, ജോയിന്റ് RTO, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ, വടക്കാഞ്ചേരി മെഡിക്കൽ കോളേജ് SIമാർ, ഹൈവേ പോലീസ്, വ്യാപാരി വ്യവസായി ഭാരവാഹികൾ, ബസ് ഓട്ടോ യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.